അപ്പോൾ ഈസി ദുബായിൽ കഴിഞ്ഞ ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ നോൾ കാർഡ്സിനെ കുറിച്ചാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഞാൻ റെഡ് കളർ നോൾ കാർഡ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. നോളിൻ്റെ റെഡ് കളർ കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വിസിറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ചെറിയ യാത്രയ്ക്ക് ഒരു 10 യാത്രകൾ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡാണ്. ഇത് നമുക്ക് വീണ്ടും റീചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡല്ല. ഇത് നമുക്ക് മെട്രോ സ്റ്റേഷനിൽ നിന്നോ അല്ലെങ്കിൽ ബസ് സ്റ്റേഷനിൽ നിന്നോ ഇതിൻ്റെ പ്രത്യേക ചില ഷോപ്പുകളിൽ മാത്രം നമുക്ക് കാർഡ്സ് കിട്ടും. അവിടെ നിന്ന് മാത്രമേ ഈ റെഡ് കളർ കാർഡ് വാങ്ങിക്കാൻ പറ്റുള്ളൂ. 20 ദിറംസാണ് മിനിമം റീചാർജ് ചെയ്യേണ്ടത്. ഈ കാർഡിൻ്റെ വില ഈ 2 ദിറംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കാർഡിൻ്റെ 2 ദിറംസ് കുറച്ച് 18 ദിറംസ് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി കിട്ടും. ആ ഒരു 18 ദിറംസിലുള്ള യാത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് കാർഡാണ്. അല്ലെങ്കിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നവർ തന്നെ പെട്ടെന്ന് കാർഡ് മറന്നു പോയി, നമ്മുടെ ഈ കാർഡ് ഇല്ല എന്നുള്ള സാഹചര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ടൊക്കെ ഈ കാർഡ് റീചാർജ് ചെയ്ത് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ 1 ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അതേപോലെ ഈ റെഡ് കളർ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ബസ്സിൽ പോകാം, ട്രാമിൽ പോകാം, മെട്രോയിലും പിന്നെ വാട്ടർ ട്രാൻസ്പോർട്ടിലും പോകാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ റെഡ് കളർ വാങ്ങിക്കുകയാണെങ്കിൽ ജസ്റ്റ് യാത്രകൾ, അതായത് ജസ്റ്റ് ദുബായ് വിസിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സ്പെഷ്യലി റെഡ് കളർ കാർഡ്. ഇത് നമ്മൾ ഡെയിലി ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഇപ്പം വിസിറ്റിന് ജോലി അന്വേഷിച്ച് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാർഡായിട്ട് നമ്മൾ എടുക്കേണ്ട. അതിന് വേറെ കാർഡുകൾ ഉണ്ട്.